കേരളത്തെ അക്രമത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്തെ ഇടത് വലത് മുന്നണികൾ ഭീകരവാദ സംഘടനകളുടെ പിന്തുണ തേടുന്നു. കാർഷിക വ്യവസായ രംഗത്ത് ഭാരതം ഒന്നാമതാകും. മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ ആലപ്പുഴയിലെ കയർ മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കുമെന്നും കേന്ദ്രമന്ത്രിയുടെ ഗ്യാരണ്ടി. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിലെ ഓരോ മേഖലകളെയും എടുത്തു പറഞ്ഞായിരുന്നു അരമണിക്കൂർ സംസാരിച്ചത്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് നൽകുന്ന ഓരോ വോട്ടും പ്രധാനമന്ത്രിക്കാണ് നൽകുന്നത്. എല്ലാ സർവേകളും പറയുന്നത് കേരളം നരേന്ദ്രമോദിക്കൊപ്പമാണെന്നാണ്. ലോകത്തും രാജ്യത്തും കമ്മ്യൂണിസവും കോൺഗ്രസും അസ്തമിച്ചു. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം PFI പോലുള്ള ഭീകരവാദ സംഘടനകൾ കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. കോൺഗ്രസും CPM-ഉം ഭീകരവാദ സംഘടനകളുടെ പിന്തുണ തേടുകയാണ്. രാജ്യസുരക്ഷയും വികസനവും ഉറപ്പാക്കാൻ നരേന്ദ്രമോദിക്ക് മാത്രമേ കഴിയൂ. शोभा जी के नाम के सामने जो कमल के निशान है उस पर दिया हुआ एक एक वोट नरेंद्र मोदी जी को प्रधानमंत्री बनाने वाला है। मित्रों, सारे सर्वे बता रहे हैं कि पूरा केरल नरेंद्र मोदी जी के साथ आगे बढ़ने के लिए तैयार है। केरल के कोने कोने से केरल की संस्कृति और केरल की विरासत दोनों के संरक्षण के लिए नरेंद्र मोदी को वोट देने की आवाज आ रही है. പാവപ്പെട്ടവന്റെ സഹകരണ മേഖല CPM നശിപ്പിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്കിൽ തട്ടിപ്പിനിരയായവരുടെ പണം മോദി തിരിച്ചു നൽകും. തട്ടിപ്പുമായി ബന്ധപ്പെട്ട ED അന്വേഷണം ശക്തമായി മുന്നോട്ടു പോകുന്നു. തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിന് CPM-ഉം കോൺഗ്രസും കൂട്ടുനിൽക്കുകയാണെന്നും ദേശീയ തലത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന ഇവർ കേരളത്തിൽ കാട്ടുന്നത് കാപ്പട്യമാണെന്നും അമിത്ഷാ പറഞ്ഞു. अब पूरा एक्सपोज हो चुका है. इंडी अलायंस के दो घटक कम्युनिस्ट और कांग्रेस दिल्ली में तो एक मंच पर आते हैं, केरल और बंगाल में आमने सामने लड़ते हैं. इनकी ये लड़ाई नकली लड़ाई है. कम्युनिस्ट और कांग्रेस के बीच में इलू इलू चल रहा है. संभल कर रखना केरल वालों. ഭാരതത്തെ ലോകത്തിലെ മൂന്നാമത്തെ ശക്തിയാക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. മോദി മൂന്നാമതും പ്രധാനമന്ത്രിയാകുമ്പോൾ ആലപ്പുഴയിലെ കയർ മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കുമെന്നും അമിത്ഷാ ഉറപ്പു നൽകി. ജനം, ആലപ്പുഴ.